പീതാംബരക്കുറുപ്പ് XMP അവരുടെ പ്രേരണയും പ്രോത്സാഹനവും കൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായ VS സജിത്കുമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണത് ഫോം ചെയ്തു വന്നത്. ഈ കമ്മിറ്റി കഴിഞ്ഞ 15 വർഷക്കാലമായി വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസ, ചികിത്സാ സഹായം, പല സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങിൽ നിന്ന് ജയിച്ച കൗൺസിലേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. BJPക്കും 7 സീറ്റ് ഇവിടെ ലഭിച്ചു. 16 സീറ്റുകളാണ് LDFന് ഇവിടെ ലഭിച്ചത്. അവർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രന്മാരുടെ സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ 2 സ്വതന്ത്രന്മാരെ അവർ വിലക്കെടുത്തു എന്നാണ് അറിയുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഈ ജനപ്രതിനിധികളായി വന്നവർക്ക് അവരെ സംബന്ധിച്ച് എനിക്ക് അവരോട് പറയുവാനുള്ളത്, ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അത് നഗരസഭയിലായാലും പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ സെക്രട്ടറിയുടെ മുകളിൽ ഉള്ള സ്ഥാനമാണ്. പല നഗരസഭകളിലും പഞ്ചായത്തുകളിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന യൂണിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പല കൗൺസിലർമാരെയും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രമേയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യണം. നമ്മുടെ രാജ്യം ദീർഘകാലം ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മുടെ മുഴുവൻ സത്തയും ചോർത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. മനുഷ്യൻ ജനിച്ചത് ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കാനല്ല, സഹകരണത്തിൻ്റെ പാത തുറന്നുകൊണ്ട്, പരസ്പരം ആശ്രയിച്ചുകൊണ്ട്, പരസ്പര സഹായത്തോടു കൂടി നാം ഇപ്പോൾ കാണുന്ന ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ വക്താക്കളായിരിക്കുന്നവർ ഓരോ വ്യക്തിയുടെയും അർഹത അനുസരിച്ച് അവർക്ക് അർഹതപ്പെട്ടത് ചോർന്നു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ അത് നേടിക്കൊടുക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയിൽ എൻ്റെ റോൾ ഉദ്ഘാടക എന്നതായിരുന്നില്ല, എനിക്കൊരു ഒരു അനുമോദനം തരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്കിന്ന് മറ്റൊരു മീറ്റിംഗ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത്. ഇവിടെ എത്തി അപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു റോളാണ് ഉള്ളത് എന്നുള്ളത്. എല്ലാവരും ക്ഷമിക്കുക ഇത്രയും നേരം താമസിച്ചു പോയതിന്. അപ്പോൾ ശ്രീ പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അതികായൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഞാൻ ആ ഒരു സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ അർഹതയൊന്നും എനിക്കായിട്ടില്ല, പക്ഷേ എന്നാലും ഒരു അഭാവത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്രസംഗത്തിലുള്ള ഇത്രയും വലിയ ഒരു പ്രാസംഗിക, ഇത്രയും പ്രാവീണ്യമുള്ള ഒരു പ്രാസംഗികൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ ലീഡറെ കുറിച്ചൊന്നും പറയാൻ തന്നെ ഞാൻ ആളല്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. ലീഡർ സാംസ്കാരിക വേദിയുടെ പരിപാടിയുമായിട്ട് ഞാൻ വളരെ കാലമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ ഭാരവാഹിത്വങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെയുള്ള ലീഡർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ എന്നെയും ക്ഷണിക്കാറുണ്ട്. ഇതിനു മുൻപും എനിക്ക് പല ഉപഹാരങ്ങളും നൽകിയിട്ടുണ്ട് സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. ഇന്ന് ഇവിടെ ഈ ഒരു ഉദ്ഘാടകയായി നിൽക്കുമ്പോൾ ലീഡർ എന്ന രാഷ്ട്രീയ അതികായനെ കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യരെ കുറിച്ച്, രാഷ്ട്രീയ ചാണക്യനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തോടുള്ള അനാദരവ് തന്നെയായിരിക്കും. ലീഡറുടെ വിയോഗം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമെന്ന് കരുതുന്നു. ലീഡറുടെ വിയോഗം മാത്രമല്ല, ലീഡർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വിട്ടു പോയത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു തരത്തിലുള്ള ഒരു താഴോട്ട് പോകരുത്. നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഈ പാർട്ടിയിൽ ഇപ്പോൾ രണ്ട് ടേമായിട്ട് നമ്മൾ ഭരണത്തിൽ നിന്നും പുറത്തു നിൽക്കുന്നു. രാഷ്ട്രീയമായിട്ട് ഒരുപാട്
താഴേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചു കൊണ്ടുവന്നിരുന്ന സമയത്ത് 9 ജനപ്രതിനിധികളുമായിട്ട് നിയമസഭയിലെത്തിയ ഒരു കാലം ലീഡർക്കുണ്ടായിരുന്നു. അന്ന് ലീഡർ നിയമസഭയുടെ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതിനു ശേഷം പിന്നീട് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ലീഡർ നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടം. പക്ഷേ ലീഡർ മറ്റൊരു സംഘടന രൂപീകരിച്ച് മറ്റൊരു തലത്തിലേക്ക് പോയപ്പോഴാണ് വീണ്ടും ഈ പ്രസ്ഥാനത്തിന് വീണ്ടും താഴോട്ട് പോയി ഇപ്പോൾ വീണ്ടും 2 പ്രാവശ്യമായിട്ട് ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു മഹാമേരുവായിരുന്നു. എന്ത് പ്രശ്നത്തിനും പരിഹാരമുള്ള, ചിരിച്ചുകൊണ്ട് പരിഹാരം കാണുന്ന, ഒരുപക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന ഒരു സംവിധാനത്തിന് പോലും അതിൻ്റെ പോലും സൂത്രധാരനായിരുന്ന, അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ആളായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു, ഒരു പോസിറ്റീവ് എനർജിയാണ് ലീഡറുടെ മുഖത്ത് നോക്കിയാലെന്ന് എപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയാറുണ്ട്. പല പരിപാടികളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് വലിയ നഷ്ടബോധമാണ് ലീഡറുടെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയാതിരുന്നത്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാവാൻ കഴിയാതിരുന്നത് എന്ന് പറയും. ഒരുപക്ഷെ ലീഡറുടെ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടി നല്ല പക്വതയുള്ള, കുറെ കൂടി പാകതയുള്ള, കുറെ കൂടി നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി മാറുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അത്രത്തോളം രാഷ്ട്രീയക്കാർക്ക് പഠിക്കേണ്ട ഒരു നിഘണ്ടുവാണ് ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ എക്കാലത്തെയും ലീഡർ എന്ന് പറയുന്നത്. INTUC പോലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ തുടങ്ങി കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വന്ന് തൻ്റെ രാഷ്ട്രീയ ജീവിതം കരുപ്പിടിപ്പിച്ച ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പകരം വയ്ക്കാനില്ലാത്ത ഒരു നേതാവായി മാറിയത് കൃത്യമായും അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത് വരികയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുവരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ പിളർപ്പുണ്ടായപ്പോൾ പോലും ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയ നേതാവായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർക്ക് പോലും അത്രയധികം ആദരവും പ്രാധാന്യവും നൽകിയിരുന്നു. ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രഗത്ഭമതികൾ പോലും, നമ്മുടെ ഉരുക്കു വനിതയെന്ന് നാം പറയുന്ന ഇന്ദിരാഗാന്ധി പോലും പല ഘട്ടങ്ങളിലും ശ്രീ കെ കരുണാകരനോട് ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പഴയകാല ചരിത്രം, കോൺഗ്രസിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. നമസ്കാരം. ലീഡർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഈ ആറ്റിങ്ങിലും സമീപ പഞ്ചായത്തുകളിലും ബ്ലോക്കിലും വിജയിച്ച നിരവധി മെമ്പർമാരെ ഇന്ന് ഇവിടെ 3 മുക്കിൽ ആദരിച്ചു. അത് ദീപ അനിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അനിലിനെയും അതുപോലെ തന്നെ അൻസാർ പെരുങ്കുളം, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. കിരൺ കൊല്ലമ്പുഴ ആറ്റിങ്ങൽ മുനിസിപ്പൽ നഗരസഭയുടെ മെമ്പറാണ്. പിന്നെ കെ സതി മുനിസിപ്പൽ കൗൺസിലറാണ്. ശോഭനകുമാരി മുനിസിപ്പൽ കൗൺസിലറാണ്. മല്ലിക കൗൺസിലറാണ്. ഇങ്ങനെ ഇത്രയും പേരെയാണ് ഇന്ന് ലീഡർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലൂടെ ആദരിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ലീഡിംഗ് ന്യൂസ് നമ്മുടെ ആന്റണി രാജുവിനെ കുറ്റക്കാരനായി കോടതി പ്രഖ്യാപിച്ചു. അതും വളരെ ഒരു നാറ്റക്കേസെന്ന് വേണമെങ്കിൽ പറയാം, അടിവസ്ത്രം മാറ്റിയ കേസിലാണ് പ്രഖ്യാപനം. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നേരത്തെയും ഈ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഭരണത്തിന്റെ ബലത്തിലാണ് അതൊക്കെ മൂടി വയ്ക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സത്യം എന്നായാലും പുറത്തു വരും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. തെളിയട്ടെ, നിയമം തെളിയിക്കട്ടെ എന്താണെന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പം ചേട്ടാ ഒരു പുതിയ ആരോപണം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി
സോണിയാഗാന്ധിയെ കാണാൻ പോയിരുന്നൊരു പടം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കൃഷ്ണൻ ഒറ്റയ്ക്ക് ശബരിമലയിൽ ഒരു നല്ല പേരുള്ള സമയത്ത് അവർ പലരും കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ നിന്നൊരു പോറ്റി വരുന്നു കാണണം എന്ന് പറഞ്ഞാൽ കാണണ്ടെന്നാരും ശരി വരാൻ പറയും. അങ്ങനെ എങ്ങാനും അവിടെ ഡൽഹി പോയപ്പോൾ കണ്ടു കാണും. അന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് ശബരിമലയിൽ നിന്ന് എന്നെ പോറ്റി വന്നിരിക്കുന്നു. അവർ എന്തെങ്കിലും അനുഗ്രഹിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് ചിലപ്പോൾ വരാൻ പറയും. ശരി തിരിയാൻ പറയും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയക്കാരെ കാണാൻ ഒരുപാട് പേര് കാണും. അതുപോലെ തന്നെ ജോസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കുര്യൻ സാറ് ആദ്യം പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് മാറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇലക്ഷൻ എടുത്ത സമയത്ത് എന്താണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അടുത്ത അധികാരത്തിൽ വരിക, ഇത്രയധികം ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നണി സംവിധാനത്തിലേക്ക് വരുന്ന എല്ലാ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് വരാൻ താല്പര്യമുള്ളവർക്ക് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വരാമെന്നുള്ള ഒരു ഓഫർ കൊടുക്കുന്നത്. കെ എം മാണി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്ന് വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു ടീമാണ് LDF. അപ്പോൾ യഥാർത്ഥത്തിൽ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ മകനാണ്. ജോസ് കെ മാണി ഒരിക്കലും അവരുമായി കൂട്ടുചേരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ജോസ് കെ മാണി ആ തന്തക്കുണം കാണിച്ചില്ല എന്നുള്ളതാണ്. അതിന് ലീഗ് ഇപ്പോൾ കടകക്ഷികളെ ചേർത്തത്തോളം പറയുമ്പോൾ തന്നെ ലീഗിന് കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് UDF ഒക്കെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതുപോലെ ലീഗ് അകലാൻ സാധ്യതയുണ്ട്? അങ്ങനെ അകലാനൊന്നും സാധ്യതയില്ല. ലീഗുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് മുന്നണി സംവിധാനം തുടങ്ങിയ കാലം മുതലുള്ളതാണ്. അങ്ങനെയൊന്നും മാറില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും കൂടുതൽ സീറ്റുകളിൽ ആൾക്കാരെ മത്സരിപ്പിക്കണമെന്നും കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ളത് ആവശ്യങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ ഒരു സമവായത്തിലെത്തുകയും മുന്നണി സംവിധാനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ലീഗ് ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ നിന്നും അകലും എന്നൊക്കെ ഉള്ളത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അതൊരു പൊക്കിൾക്കടി ബന്ധം പോലെയാണ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള കക്ഷികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അൻസാർ ബായി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആലങ്കോട് രണ്ടിനും കൂടെയാണ്. എനിക്ക് അൻസാറിനെ ചോദിക്കണം. അൻസാറേട്ടാ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. മെമ്പറായിരിക്കുമ്പോഴും പാർട്ടി പ്രവർത്തനമായിരിക്കുമ്പോഴും എല്ലാ രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. ആ ജനങ്ങളാണ് ഇപ്പോൾ എന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് എന്നെ ബ്ലോക്കിൽ ജയിപ്പിക്കുകയും ഒരിക്കലും കിട്ടാതിരുന്ന CPMൻ്റെ കുത്തകയെ 40 വർഷത്തോളം CPM കുത്തക വെച്ചുകൊണ്ടിരുന്ന കീഴാറ്റിങ്ങൽ ബ്ലോക്കിൽ എന്നെ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിക്കുകയും ദൈവാനുഗ്രഹം പോലെ എൻ്റെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയും ഇവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവുമാണ്. ജനങ്ങൾ തന്നൊരു സമ്മാനമാണ് എനിക്ക്. അതല്ല, ഇതിപ്പോ ഒരു ചെറിയ സ്ഥലത്ത് അല്ല, ഇപ്പോ ഒരു വലിയ സ്ഥലത്തിന്റെ ചുമതലയാണ്. ഒരു വലിയ സ്ഥലത്തിന്റെ ചുമതലയാണ്. എല്ലാ ജനങ്ങളെയും ഒത്തൊരുങ്ങി കൊണ്ടുപോകണം. എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. ആ ബ്ലോക്കിൽ കിട്ടുന്ന പരിമിതമായ ഫണ്ടുകൾ കൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് വികസന പ്രവർത്തനങ്ങളായാലും അവരുടെ ക്ഷേമത്തിനും എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. സബീർ ഭായി 5 വർഷം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും കാണും. അപ്പൊ ഈ നമ്മളിപ്പോൾ പാലിച്ച വാഗ്ദാനം അത് സബീർ ഭായി കൊടുക്കണം. തീർച്ചയായിട്ടും അൻസർ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്യണം. ഈ ആദരിക്കപ്പെട്ടവരിൽ 2 പേരെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക, നമ്മൾ കൂടെ നിന്നിട്ട് 2 പേരുണ്ട്. ഒന്ന് കിരൺ കുല്ലമ്പയുടെ പേര് നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ കിരൺ കുല്ലമ്പഴ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അൻസാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൻസാറും കുറേയേറെ നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ സഹകരിക്കാനുണ്ടായിരുന്നു. കുടിവെള്ള പ്രശ്നമായാലും അതുപോലെ തന്നെ റോഡിൻ്റെ വിഷയമായാലും അങ്ങനെ 100 കേസുകളിൽ നമ്മളിവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നീണ്ട 5 വർഷം ഇവരെല്ലാവരുടെയും മുമ്പിലുണ്ട്. ജനങ്ങൾക്ക് ഉതകുന്ന പരിപാടികളും പദ്ധതികളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.